ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് റൈസാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ അരി ഞാൻ 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഈ ചരുവത്തിനകത്ത് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടുന്ന പട്ടയും ഗ്രാമ്പൂവും എല്ലാം കൂടെ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ 2 കുരുമുളക്. ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ വെക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ചരുവ മുടി കൊണ്ടൊന്ന് അടച്ച് വെക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടുന്ന മല്ലിയില, ക്യാരറ്റ്, ക്യാപ്സിക്കം, നാരങ്ങ, പറങ്ങാണ്ടി മുന്തിരി, നെയ്യ് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരി വെള്ളം തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കഴിഞ്ഞിട്ട് ഇതെല്ലാം കാണിക്കും. ഇതിന് വേണ്ടുന്ന പച്ചക്കറിയെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഈ അരി ഈ വെള്ളത്തിലോട്ട് അരി ഇടാൻ ഇളക്കി ഇത് വെന്തിട്ട് കാണിക്കും. നമ്മുടെ ഈ അരി പകുതി ഭാഗം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേവാനുണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരു നാരങ്ങ നീര് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ചോറ് കുഴയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തേക്ക് നെയ്ക്കകത്ത് ഞാൻ മുന്തിരിയും പറങ്ങാണ്ടിയും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരി വെന്തിട്ട് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഒരു കൊട്ടയിലോട്ട് കോരുകയാണ്. നമ്മുടെ ചോറ് 2 പാത്രത്തിലായിട്ട് ഞാൻ കോരി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഒന്ന് തോന്നിട്ട് ബാക്കി കാണിക്കും. നമ്മുടെ ചോറെല്ലാം കോരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പാത്രത്തിലോട്ടിട്ടാണ് ഇതെല്ലാം ചേരുന്നത്. അതിന് വേണ്ടിയിട്ട് ചരുവത്തിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തീ കുറച്ചിട്ടിട്ട് ഈ ചോറ് കുറേശ്ശെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലോട്ട് കുറച്ച് എസൻസ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് കുറേശ്ശെ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികളും ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഈ ചോറിട്ട് കൊടുക്കും. വീണ്ടും കുറേശ്ശെ ഇട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നേരത്തെ കാണിച്ചതായതുകൊണ്ടാണ് ചെയ്ത് കാണിക്കാൻ. ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈയും കൂടെ ഉണ്ടാക്കി എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ്.
എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.